ഇനി നമുക്ക് സ്റ്റെമ്മാണ്. റൂട്ട് പഠിച്ചു കഴിഞ്ഞു. സ്റ്റെമ്മും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഫോക്കസ് പോയിന്റിൽ സ്റ്റെമ്മ്, അതിൻ്റെ ക്യാരക്ടേഴ്സ്, അതിൻ്റെ മോഡിഫിക്കേഷൻ അത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നോക്കാം എന്താണ് സ്റ്റെമ്മ്. നമ്മളിപ്പോൾ ഒരു പ്ലാന്റ് എടുക്കുകയാണെങ്കിൽ ആ പ്ലാന്റിൽ സ്റ്റെമ്മിൻ്റെ റോൾ എന്താണ് നോക്കാം. ഇതാണ് സ്റ്റെമ്മ്. ഇതാണ് സ്റ്റെം. ഇത് സ്റ്റെമ്മാണ്, ഇത് ലീഫാണ്. അപ്പോൾ സ്റ്റെമ്മിനെ നമുക്ക് അസെൻഡിങ് ആക്സിസ് ഓഫ് ദ പ്ലാന്റ് എന്ന് പറയാം. മുകളിലേക്ക് വളരും. എല്ലാ പ്ലാന്റിലും അങ്ങനെ ആകണമെന്നില്ല. മെജോറിറ്റി ഓഫ് പ്ലാന്റിൽ അസെൻഡിങ് ആക്സിസ് ആണ്. പിന്നെ വീക്ക് സ്റ്റെമ്മഡ് പ്ലാന്റ്, ഇത് വീക്ക് സ്റ്റെമ്മഡ് ആണ്. ഇത് പാവലാണ്, വിറ്റർ ഗോഡ് എന്ന് പറയും. അപ്പോൾ ഇത് വീക്ക് സ്റ്റെമ്മാണ്. അപ്പോൾ അതിങ്ങനെ ചുരുണ്ട് അല്ലെങ്കിൽ ഇങ്ങനെ വേറെ മാറിയിട്ട് വേറെ രീതിയിൽ ഇത് വളർന്നു പോകും. പക്ഷേ മെയിൻലി മറ്റെല്ലാ പ്ലാന്റുകളാണെങ്കിൽ സ്റ്റെമ്മിൻ്റെ റോളെന്ന് പറയുമ്പോൾ സ്റ്റെമ്മ് അസെൻഡിങ് ആക്സിസ് ആണ്. അപ്പോൾ വാട്ട് ആർ ദ ക്യാരക്ടേഴ്സ് ഓഫ് സ്റ്റെം. ആദ്യമായി നമ്മൾ ഒരു സ്റ്റെമ്മിൻ്റെ ക്യാരക്ടേഴ്സ് ആണ് പഠിക്കുക. അപ്പോൾ അത് ഒന്ന്, സ്റ്റെം ഈസ് ദ അസെൻഡിങ് ആക്സിസ് ഓഫ് ദ പ്ലാന്റിൽ മുകളിലേക്ക് വളരുന്നത്. ഇനി രണ്ടാമത്തെ ക്യാരക്ടർ, ഇറ്റ് ഹാസ് നോഡ്സ് ആൻഡ് ഇൻ്റർ നോഡ്. ദിസ് റീജിയൻ ഈസ് നോഡ്. ഇതാണ് നോഡ്, ഇതടുത്ത നോഡ്, ഇതടുത്ത നോഡ്. അപ്പോൾ നോഡൽ റീജിയൻ എന്ന് പറയുമ്പോൾ ദ പാർട്ട് ഓഫ് ദ സ്റ്റെം ഫ്രം വിച്ച് ദ ലീഫ് അറൈസസ്. ആദ്യം ലീഫാണ് ഉണ്ടാവുക, പിന്നെ അതിൻ്റെ ഇടയിൽ നിന്നാണ് മറ്റുള്ളത്. ഇതും ലീഫ് തന്നെയാണ്, ഇതും ലീഫാണ്, അടുത്ത ലീഫ്. അപ്പോൾ നോർമലി ഈ ഘടനകൾ നമ്മൾ പഠിക്കുന്നുണ്ട്, പക്ഷേ അത് രണ്ടാമതാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇത് നോക്കാം. ഇതിന് നമ്മൾ ഇനി അടുത്ത പഠിക്കാൻ അത് മോഡിഫിക്കേഷനാണ്. അപ്പം ഈ ലീഫ് അറൈസ് ചെയ്യുന്ന സ്റ്റെമ്മിൻ്റെ ഈ ഭാഗത്തെയാണ് നോഡ് എന്ന് വിളിക്കുക. ഇനി രണ്ട് തൊട്ടടുത്ത സക്സസീവ് നോഡ്, രണ്ട് തൊട്ടടുത്ത നോഡുകൾക്കിടയിലുള്ള സ്റ്റെമ്മിൻ്റെ റീജിയൻ, ദ പാർട്ട് ഓഫ് ദ സ്റ്റെം ഇൻ ബിറ്റ്വീൻ ടു സക്സസീവ് നോഡ്സ്. രണ്ട് തൊട്ടടുത്ത നോഡുകൾക്കിടയിലുള്ള സ്റ്റെമ്മിൻ്റെ ഇവിടെ തൊട്ട് ഇത്രയും ഭാഗം, ഇതാണ് ഇൻ്റർ നോഡ്. അപ്പോൾ ഇത് ഇൻ്റർ നോഡ്, ഇത് ഇൻ്റർ നോഡ്, ഇത് നോഡ്. ഇനി മൂന്നാമത്തെ പോയിന്റ്, ഇറ്റ് ബിയേഴ്സ്, ദ സ്റ്റെം ബിയേഴ്സ് ലീവ്സ്. അപ്പോൾ അതേപോലെ ഇവിടെ ബഡ്സ് ഉണ്ട്. ഇതാണ് ബഡ്സ്, ഇത് ബഡ്സ് ആണ്. പിന്നെ ചില പ്ലാന്റിലാണെങ്കിൽ ലാറ്ററൽ ബ്രാഞ്ചസ് ഉണ്ടാകും. പിന്നെ ഫ്ലവേഴ്സ്, ഇതിനകത്ത് ഇപ്പം ഫ്ലവേഴ്സ് ഇത് ബഡാണ്, ഫ്ലവേഴ്സ് ഇവിടെ ഫ്രൂട്ടായി മാറിയിട്ടുണ്ട്. ഇതാണ് ഫ്രൂട്ട്, ഇത് പാവലാണ്, ഇത് ഫ്രൂട്ടായി മാറിയിട്ടുണ്ട്. അപ്പോൾ 3 ക്യാരക്ടറാണ് പറഞ്ഞത്. ഒന്ന് അസെൻഡിങ് ആക്സിസ് ഓഫ് ദ പ്ലാന്റ്. അപ്പോൾ സ്റ്റെം ഒന്നാമത്തത് അസെൻഡിങ് ആക്സിസ് ഓഫ് ദ പ്ലാന്റ്. 2, ഇറ്റ് ഹാസ് നോഡ്സ് ആൻഡ് ഇന്റർ നോഡ്സ്. 3, ഇറ്റ് ബിയേഴ്സ് ബഡ്സ്, ലീവ്സ്, ബ്രാഞ്ചസ്, ഫ്ലവേഴ്സ് ആൻഡ് ഫ്രൂട്ട്സ്. ഇതാണ് ക്യാരക്ടേഴ്സ്. ഇനി നമുക്ക് നോക്കാം അതിൻ്റെ ഫങ്ഷൻസ് എന്തൊക്കെയാണ്. വാട്ട് ആർ ദ ഫങ്ഷൻസ് ഓഫ് റൂട്ട്സ്. 1, സപ്പോർട്ട് ഓഫ് ഇറ്റ്സ് ഓൺ ബ്രാഞ്ചസ്. അപ്പോൾ ഒരു സ്റ്റെം എന്ന് പറയുമ്പോൾ അതിനകത്തുള്ള എല്ലാ ബ്രാഞ്ചിനെയും സപ്പോർട്ട് ചെയ്യുന്ന ആൾ സ്റ്റെം ആയിരിക്കും. ഇനി 2, ഡിസ്പ്ലേ ഓഫ് ലീവ്സ്. ടു സൺലൈറ്റ്, സൂര്യപ്രകാശത്തിലേക്ക് എല്ലാ ഇലകളെയും ക്രമീകരിച്ച് നിർത്തുന്നത് സ്റ്റെമ്മാണ്. ഇനി 3, കണ്ടക്ഷൻ മീൻസ് അപ്വേർഡ് കണ്ടക്ഷൻ ഓഫ്, മുകളിലേക്കുള്ള കണ്ടക്ഷൻ, വാട്ടർ ആൻഡ് മിനറൽസ്, ആൻഡ് ആൾസോ ഡൗൺവേർഡ് കണ്ടക്ഷൻ, താഴോട്ട്, ഡൗൺവേർഡ്.
ഡൗൺവേർഡ് കണ്ടക്ഷൻ ഓഫ് പ്രിപ്പയർഡ് ഫുഡ്. അപ്പോൾ ഈ രണ്ട് കണ്ടക്ഷൻ നടത്തുന്നു, മുകളിലേക്ക് നടത്തുന്നുണ്ട്, താഴോട്ട് നടത്തുന്നുണ്ട്. ഇനി ഫോർത്ത് ഫംഗ്ഷൻ, അതാണ് നമ്മൾ സ്റ്റെം മോഡിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഇതാണ് മെയിനായിട്ട് സ്റ്റെമ്മിൻ്റെ ഫംഗ്ഷൻ എങ്കിൽ തന്നെയും മറ്റ് ചില ഫംഗ്ഷൻ, ഫോർ എക്സാമ്പിൾ സ്റ്റോറേജ് ഓഫ് ഫുഡ് സ്റ്റോർ ചെയ്യും. അപ്പം സ്റ്റെമ്മ് ട്യൂബറായി മാറും. നമ്മൾ നേരത്തെ റൂട്ട് ട്യൂബർ പഠിച്ചു, അതേപോലെ സ്റ്റെം ട്യൂബർ ഉണ്ട്. പിന്നെ അതേപോലെ സപ്പോർട്ട്, അതുകൊണ്ട് ഇതാണ് സപ്പോർട്ട്. ഇത് ഇങ്ങനെയുള്ള ചില ഘടനകൾ ഉണ്ടാകും, ഇതാണ് സപ്പോർട്ട്. പിന്നെ പ്രൊട്ടക്ഷൻ, തോൺസ്, മുള്ളുകൾ ഉണ്ടാകും. പിന്നെ വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ, അത് റീപ്രൊഡക്ഷനാണ്. വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ. അപ്പോൾ ഇത് സ്പെഷ്യൽ ഫങ്ഷൻസാണ്. അതുകൊണ്ട് ഈ സ്പെഷ്യൽ ഫങ്ഷൻ നടത്തുന്നത് കൊണ്ട് ഇതനുസരിച്ച് സ്റ്റെമ്മിന് മാറ്റങ്ങൾ ഉണ്ടാകും. ആ മാറ്റങ്ങളെയാണ് നമ്മൾ സ്റ്റെം മോഡിഫിക്കേഷൻ എന്ന് വിളിക്കുക. സ്റ്റെം മോഡിഫിക്കേഷൻ. മോഡിഫിക്കേഷൻ മീൻസ് മാറ്റം. ഇപ്പോൾ സ്റ്റോറേജ് ഓഫ് ഫുഡ് എന്ന ഫംഗ്ഷൻ നടക്കുമ്പോഴത്തേക്ക് സ്റ്റെമ്മ് കിഴങ്ങായി മാറും. അപ്പോൾ അതൊരു മോഡിഫിക്കേഷനാണ്. അപ്പോൾ നമുക്ക് അടുത്ത ഹെഡിങ് ഏതാണ്? സ്റ്റെം മോഡിഫിക്കേഷൻ. അപ്പോൾ സ്റ്റെം മോഡിഫിക്കേഷൻ നമുക്ക് പല ഹെഡിങ്ങിലൂടെ പഠിക്കാം. ഒന്ന് ഫോർ സ്റ്റോറേജ് ഓഫ് ഫുഡ്. ഫുഡ് സ്റ്റോറേജ് മനസ്സിലാക്കുക. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ക്യാരറ്റ് പഠിച്ചു, ബീറ്റ്റൂട്ട് അല്ലെങ്കിൽ ടർണിപ്പ് പഠിച്ചു. എന്നാൽ ഇപ്പം നമ്മൾ പഠിക്കാൻ പോണത് ഇതാണ്. ഇത് പൊട്ടറ്റോയാണ്. അതേപോലെ ഇത് ടർമറിക്കാണ്, മഞ്ഞൾ, ഇത് ടർമറിക്. ഇത് ഒണിയൻ. ഇതെല്ലാം നിങ്ങൾ കണ്ടിട്ടുള്ളത് തന്നെയാണ്. അപ്പോൾ ഒന്ന് ശ്രദ്ധിക്കണം. അപ്പോൾ ഇതെല്ലാം, ഇത് മൂന്നും. അതോടൊപ്പം തന്നെ സാമിൻ കൻ എന്ന് പറഞ്ഞാൽ ചേന. അപ്പോൾ ഇതെല്ലാം ഒന്നുകൂടെ പറയാം. പൊട്ടറ്റോ, പിന്നെ ജിഞ്ചറുണ്ട്, അത് ഇതേപോലെ തന്നെ ജിഞ്ചർ, ഇഞ്ചി, പിന്നെ ടർമറിക്ക്, സാമിൻ കണ്ട്, പിന്നെ കൊളക്കേഷ്യ എന്ന് പറഞ്ഞാൽ ചേമ്പാണ്. അപ്പോൾ ഇതെല്ലാം സ്റ്റെമ്മാണ്. പക്ഷേ സ്റ്റെമ്മാണെങ്കിലും ഇത് വേർതിരിക്കുകയാണ്. അതിന് കാരണം ഇത് ഭക്ഷ്യം നമ്മൾ ആഹരിക്കുന്നതാണ്. കാരണം ഇതിനകത്ത് എന്തുണ്ട്? ഫുഡുണ്ട്. അപ്പോൾ ഇത് സ്റ്റോറേജ് ഓഫ് ഫുഡാണ്. ഇത് സ്റ്റെം ആണെങ്കിലും ഇത് ഫുഡ് സ്റ്റോർ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതോടൊപ്പം തന്നെ ഇത് നമുക്ക് വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷനായിട്ട് എടുക്കുന്നുണ്ട്. ഇത് പൊട്ടറ്റോ കിളിക്കുന്നുണ്ട്. അപ്പം സ്റ്റെമ്മിൻ്റെ നോഡൽ റീജിയൻ നമ്മൾ നേരത്തെ കണ്ടു. ഇത് സ്റ്റെം ആണെങ്കിൽ സ്റ്റെമ്മിൻ്റെ നോഡ് ഇതാണ്. ആ നോഡൽ റീജിയനിൽ ഇപ്പോൾ ഇത് ലീഫാണെങ്കിൽ ഇത് ലീഫാണ്. ആ ലീഫിനും സ്റ്റെമ്മിനും ഇടയിലായി ഇവിടെ ഒരു ആംഗിൾ ഉണ്ട്. ഇതാണ് ഒരു ആംഗിൾ. ഈ ആംഗിൾ, ഇതിനെ വിളിക്കുന്ന പേരാണ് ആക്സിൽ. അപ്പോൾ ഈ ആക്സിൽ എന്ന ഭാഗത്തൊരു ബഡ് ഉണ്ടായാൽ ആ ബഡിനെ ആക്സിലറി ബഡ് എന്ന് പറയാം. അപ്പോൾ ഇത് ലീഫ്, ഇത് സ്റ്റെമ്മ്, ഈ റീജിയനാണ് ആക്സിൽ. അപ്പോൾ ആക്സിലറി ബഡ് വളർന്ന് ഒരു ബ്രാഞ്ച് ആകും, അല്ലെങ്കിൽ ഒരു ഘടനയായി മാറും. അപ്പോൾ അതിനെ ആക്സിലറി സ്ട്രക്ചർ എന്നാണ് പറയുക. അപ്പോൾ ഇവിടെ നേരത്തെ ഒരു ഫ്ലവർ ഉണ്ടായിരുന്നു, ഫ്ലവറാണ് ഫ്രൂട്ടായി മാറിയത്. ഇനി സ്റ്റെമ്മിൻ്റെ ടിപ്പിലും നമുക്ക് ബഡ് ഉണ്ടാകാം. അതാണെങ്കിൽ ടേമിനൽ ബഡ് എന്ന് പറയും. ഇത് ടേമിനൽ ബഡ്, ടിപ്പ്. അപ്പോൾ ഇവിടെ ഫ്ലവർ ഉണ്ടെങ്കിൽ ടേമിനൽ ഫ്ലവർ. അപ്പോൾ അതേപോലെ ഇത് സ്റ്റെം ആകുമ്പോൾ ഇതിനകത്ത് ഇത് സ്കാർ, ഈ അടയാളം കാണുന്നുണ്ട്, ലീഫ് സ്കാർ. ഇതതിൻ്റെ ഐ എന്ന് പറയും. ഐ എന്ന് വെച്ചാൽ നോഡാണ്. നോഡ് വിത്ത് ലീഫ് സ്കാർ എന്നാണ്. ഇതിനെ ഐ ആണ്. ഐ എന്നും പറയാം, ഐ ഓഫ് പൊട്ടറ്റോ എന്നും പറയാം. അപ്പോൾ ഇതൊരു ഡിപ്രഷൻ, ഒരു കുഴി. അപ്പോൾ ഇതൊരു നോഡ്. വീണ്ടും നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇതാണ് വീണ്ടും കാണുക. ഇതൊരു കുഴി, ഇതൊരു കുഴി. കണ്ടോ? ഇത് രണ്ടും നോഡാണ്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്കുള്ള ഭാഗം ഇൻ്റർ നോഡാണ്. അപ്പോൾ ഇത് സ്റ്റെം എന്ന് പറയാൻ കാരണം അതാണ്. ഇതിനകത്ത് നോഡുമുണ്ട്, ഇൻ്റർ നോഡുമുണ്ട്. ഇനി ആ നോഡൽ റീജിയനിൽ നിന്നുള്ളത് ആ ബഡാണ്. ഇത് ക്ലിക്കാണ്. ഇത് പൊട്ടറ്റോ ക്ലിക്ക് നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. വെറുതെ വെച്ചാൽ മതി, അത് ക്ലിക്കും. ഇനി അതേപോലെ ഇത് ടർമറിക്, ഇത് ക്ലിക്കുന്നുണ്ടല്ലേ. അപ്പോൾ ഈ ഭാഗം നമുക്ക് വിത്തായിട്ട് ഉപയോഗിക്കാം. അതാണ് വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ. ഈ സ്റ്റെമ്മ്, അപ്പോൾ ഇതൊരു വിത്ത് എന്ന് പറയുമ്പോൾ ഇതിനെ വെജിറ്റേറ്റീവ് പ്രൊപ്പാഗൂൾ എന്നും പറയും. അല്ലെങ്കിൽ പ്രൊപ്പഗേഷൻ മീൻസ് റീപ്രൊഡക്ഷൻ. അതേപോലെ ഇത് ഉള്ളിയും ഇതെന്താണ്? സ്റ്റെമ്മ് തന്നെയാണ്. ഇത് മോഡിഫിക്കേഷനാണ്, സ്റ്റെം മോഡിഫിക്കേഷനാണ്. അപ്പോൾ സ്റ്റോറേജ് ഓഫ് ഫുഡ്. അപ്പം എക്സാമ്പിൾ ഏതൊക്കെയാണ്? സ്റ്റോറേജ് ഓഫ് ഫുഡ്,
അണ്ടർഗ്രൗണ്ട് സ്റ്റെം. ഇതിനെ എന്താ പേര് വിളിക്കുക? ഇതെല്ലാം മണ്ണിനടിയിലായതുകൊണ്ട് ഇതിനെ അണ്ടർഗ്രൗണ്ട് സ്റ്റെം എന്നാണ് വിളിക്കുക. അണ്ടർഗ്രൗണ്ട് സ്റ്റെം. അണ്ടർഗ്രൗണ്ട് സ്റ്റെമ്മിന് എക്സാമ്പിളാണ് പൊട്ടറ്റോ, ജിഞ്ചർ ഇഞ്ചി, ടർമറിക് മഞ്ഞൾ, ദെൻ സാമിൻ കൻ എന്നുവെച്ചാൽ ചേനയാണ്. പിന്നെ കൊളോക്കേഷ്യ, അത് ചേമ്പാണ്. ഓക്കെ, ഇനി ഫോർ സപ്പോർട്ട്. രണ്ടാമത് ഫോർ സപ്പോർട്ട്. ഇതാണ് സപ്പോർട്ടാണ്. ഇത് സ്റ്റെം ടെൻഡ്രിൽ എന്ന് പറയും. ഇത് ആക്സിലാണ്. ഞാൻ നേരത്തെ പറഞ്ഞു ലീഫിനും സ്റ്റെമ്മിനും ഇടയ്ക്ക് ഇവിടെ ഒരു ആംഗിൾ പോലെ കാണുന്നു. ഇതാണ് ആക്സിൽ. ഈ ആക്സിൽ എന്ന ഭാഗത്ത് ഒരു ഫ്ലവർ ഉണ്ടാകാം. ഫ്ലവർ ഫ്രൂട്ടായി മാറാം. അപ്പം നമുക്കതിനെ ആക്സിലറി ഫ്ലവർ എന്ന് പറയാം. ഇത് ആക്സിലറി ഫ്രൂട്ട് എന്ന് പറയാം. അതോടൊപ്പം മറ്റൊരു ആക്സിൽ എന്ന ഭാഗത്ത് ഒരു ടെൻഡ്രിൽ, ഈ ചുരുളിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ടെൻഡ്രിൽ, സ്പ്രിങ് പോലുള്ളതാ. അപ്പോൾ ഇതുപയോഗിച്ചാണ് ഈ വീക്ക് സ്റ്റെമ്മുടെ പ്ലാന്റിങ്ങിനെ പിടിച്ച് മേലോട്ട് പോവുക. ഇത് ബിറ്റർ ഗോഡാണ്. അങ്ങനെ ബിറ്റർ ഗോഡുണ്ട്, സ്നേപ്പ് ഗാർഡുണ്ട്, നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഗോഡ്സ് എന്ന് പറയുമ്പോൾ കുക്കർബിറ്റേസിയ ഫാമിലിയിൽ വരുന്നതാണ്, അറിയാം. ഇത് പാവല്, അതേപോലെ മറ്റേ തണ്ണിമത്തൻ, ഇതെല്ലാം വരും. ഇത് കോവലാണ്. കോവയ്ക്ക നമ്മൾ കേട്ടിട്ടുണ്ടാകും. ഇത് IV ഗോഡ് എന്നാണ് പറയുക. IV ഗോഡാണ് കോവൽ, IV ഗാർഡ്, IVI. അപ്പോൾ ഇതാണ് ടെൻഡ്രിൽ. ഇത് ലീഫാണ്, ഇത് സ്റ്റെമ്മാണ്, ഇവിടെ ആക്സിലാണ്, ഇത് ഫ്ലവറാണ്. അപ്പോൾ ഇവിടെ ആക്സിലറി ബഡ് ടെൻഡ്രിലായി മാറി. ഇതാണ് ടെൻഡ്രിൽ. അപ്പോൾ ഇതിൻ്റെ ഫങ്ഷൻ എന്ന് പറഞ്ഞാൽ സപ്പോർട്ടാണ്. അപ്പോൾ സപ്പോർട്ട് എക്സാമ്പിൾ സ്റ്റെം ടെൻഡ്രിൽസ്. ഓർക്കണം, ടെൻഡ്രിൽസ് എന്ന് വെച്ചാൽ ചുരുളുകൾ തന്നെ. സ്പ്രിംഗ് ലൈക്ക് സ്ട്രക്ചേഴ്സ് ഫോർ സപ്പോർട്ടാണ്. പക്ഷേ ലീഫിൻ്റെ ടിപ്പും ടെൻഡ്രിലായി മാറും. അത് നമുക്ക് പിന്നെ അടുത്തേക്ക് പഠിക്കാം. ഇപ്പോൾ സ്റ്റെം ടെൻഡ്രിലിൻ്റെ എക്സാമ്പിളാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. കുക്കുംബർ പറയാം, വെള്ളരി, പിന്നെ പംകിൻസ്, പിന്നെ വാട്ടർമെലോൺ, പിന്നെ ഗ്രേപ്പ് വൈൻ എന്ന് വെച്ചാൽ മുന്തിരി. ഇപ്പം നമ്മളിപ്പോൾ കാണിച്ചത് സ്നേപ്പ് ഗാർഡും അതേപോലെ IV ഗാർഡുമാണ്. പാവയ്ക്കയും അതേപോലെ കോവലും, അതിനകത്തും ഈ ടെൻഡ്രിൽസ് കാണപ്പെടുന്നത്. ഇതെല്ലാം സ്റ്റെം ടെൻഡ്രിൽസാണ്. ഓക്കെ, ഇനി അടുത്തത് ഫോർ പ്രൊട്ടക്ഷൻ. പ്രൊട്ടക്ഷൻ എന്ന് വെച്ചാൽ തോൺസ് എന്ന് പറയും. നിങ്ങൾ നാരകം കണ്ടിട്ടുണ്ടാകും. നാരകത്തിൻ്റെ ലീഫ് ഇതായത് നോക്കുകയാണെങ്കിൽ ഇതിനകത്ത് മുള്ളുകൾ ഉണ്ടാകും. ഈ മുള്ളുകളാണ് നമ്മളെ നാരകത്തിലുള്ള മുള്ളുകൾ. അത് കാണാൻ കഴിയും. ഇതാണ് തോൺസ്. ഇങ്ങനെയുള്ള മുള്ളുകൾ ഉണ്ടാകാം. അത് നമ്മൾ നാരകത്തിലും കാണപ്പെടാം. അതോടൊപ്പം തന്നെ ബൊഗൈൻവില്ല കേട്ടിട്ടുണ്ടാകും, കടലാസ് ചെടി. ഇതിനകത്തൊക്കെ മുള്ളുകളുണ്ട്. ഈ മുള്ളെന്ന് വെച്ചാൽ ഇത് ആക്സിലറി ബഡാണ്. ഇത് ലീഫ്, ഇത് സ്റ്റെമ്മ്, ഇത് ആക്സിലറി ബഡ് മുള്ളുകളായി മാറിയിരിക്കുന്നു. അപ്പോൾ അത് പ്രൊട്ടക്ഷനാണ്. പ്രൊട്ടക്ഷൻ ഫ്രം ബ്രൗസിങ് ആനിമൽസ് എന്ന് പറയാം. ബ്രൗസിങ്. അപ്പോൾ തോൺസ് മുള്ളുകളാണ്. അതിന് എക്സാമ്പിളാണ് നമ്മൾ പറഞ്ഞത് സിട്രസ്, നാരകം, പിന്നെ ബൊഗൈൻവില്ല. അപ്പം ഇതുള്ളത് കൊണ്ട് ഈ പ്ലാന്റിനെ ബ്രൗസിങ്, നമ്മൾ കന്നുകാലികൾ അല്ലെങ്കിൽ മേയുന്ന ബ്രൗസിങ് അനിമൽസിൽ നിന്നും പ്രൊട്ടക്ഷൻ നൽകുന്നു. അതുകൊണ്ടാണ്. ഓക്കെ, ഇനി അടുത്തത് ഫോട്ടോസിന്തസിസ്. അപ്പം നമ്മൾ സ്റ്റോറേജ് ഓഫ് ഫുഡ് പറഞ്ഞു, സപ്പോർട്ട് പറഞ്ഞു, പ്രൊട്ടക്ഷൻ പറഞ്ഞു. ഇനി അടുത്തത് ഫോട്ടോസിന്തസിസ്. അപ്പോൾ ഫോട്ടോസിന്തസിസ് ആകുമ്പോൾ അതിനകത്ത് എന്തുണ്ടാകണം? ക്ലോറോഫിൽ ഉണ്ടാകണം, പച്ച നിറമായിരിക്കും. അതിന് എക്സാമ്പിളാണ് നമ്മൾ കണ്ടത് ഒപ്പൻഷ്യ, കള്ളിമുൾച്ചെടി എന്ന് കേട്ടിട്ടുണ്ടാകും. അത് എയർ റീജിയനിൽ കാണപ്പെടുന്നതാണ്. എന്ന് വെച്ചാൽ വരണ്ട അല്ലെങ്കിൽ സീറോഫൈറ്റ് എന്ന് പറയും. എയർ റീജിയൻ, ഡ്രൈ റീജിയൻ, വരണ്ട റീജിയൻ. അപ്പോൾ അത് ആ റീജിയനിൽ കാണപ്പെടുന്ന പ്ലാന്റ്സിനൊരു അനുകൂലനം ഉണ്ടാകും. ദേ ക്യാൻ കൺസർവ് വാട്ടർ, ദേ ക്യാൻ സ്റ്റോർ വാട്ടർ. അപ്പോൾ ഈ സ്റ്റെമ്മിനകത്ത് വാട്ടറും സ്റ്റോർ ചെയ്തിരിക്കും. അപ്പോൾ ഒപ്പൻഷ്യ നമ്മൾ നോക്കുകയാണെങ്കിൽ അതിനകത്ത് സ്റ്റെമ്മ് ഫ്ലാറ്റൻഡ് ആണ്, പരന്നിരിക്കും. അപ്പോൾ ഫ്ലാറ്റൻഡ് സ്റ്റെം, ഫ്ലാറ്റൻഡ്, ENED, ഫ്ലാറ്റൻഡ് സ്റ്റെം.
എന്നാൽ സിലിണ്ടറിക്കൽ ആയിരിക്കും മറ്റൊരെണ്ണമുണ്ട്, യൂഫോർബിയ എന്ന് പറയും. അത് സിലിണ്ടറിക്കൽ സ്റ്റെം ആണ്. ആൻ എക്സാമ്പിൾ യൂഫോർബിയ. അപ്പോൾ ഇത് ഒപ്പൻഷ്യയിലെയും ഈ യൂഫോർബിയയിലെയും സ്റ്റെമ്മ് ഗ്രീൻ ആണ്, ഫോട്ടോസിന്തറ്റിക് ആണ്. അപ്പോൾ ഇവിടുത്തെ ഫംഗ്ഷൻ ഏതാണ്? ഫോട്ടോസിന്തറ്റിക് ആണ്. ഒപ്പൻഷ്യയിൽ അത് ഫ്ലാറ്റൻ്റ് ആണ്. എന്നാൽ യൂഫോർബിയ എന്ന പ്ലാന്റിൽ അത് ഉരുണ്ടിരിക്കും അല്ലെങ്കിൽ സിലിണ്ടറിക്കലാണ്. ഇനി നമ്മൾ പഠിക്കുന്നത് വേറെ മോഡിഫിക്കേഷൻ, അത് ഫോർ സ്പ്രെഡ് ചെയ്യും ആൻഡ് വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ. സ്പ്രെഡ് ആൻഡ് വെജിറ്റേറ്റീവ്, സ്പ്രെഡ് ചെയ്ത് പോവുകയും എന്തെങ്കിലും നാശം സംഭവിച്ചു കഴിഞ്ഞാൽ അത് മുറിഞ്ഞ ഭാഗങ്ങൾ വീണ്ടും അത് വളർന്ന് പുതിയ ചെടിയായി മാറുകയും ചെയ്യും. അതിന് എക്സാമ്പിളാണ് ഒന്ന് ഗ്രാസ് അല്ലെങ്കിൽ സ്ട്രോബെറി. ഗ്രാസ് എന്ന് വെച്ചാൽ പുല്ലെന്നറിയാം. ഗ്രാസിലും സ്ട്രോബെറിയൊക്കെ നമ്മൾ നോക്കുകയാണെങ്കിൽ അതിൻ്റെ പ്ലാന്റുകൾ അതിങ്ങനെ പടർന്ന് പോവും. അത് വീക്ക് സ്റ്റെമ്മിൽ പ്ലാന്റ് ആണ്. ഇങ്ങനെ മേലോട്ട് ലീഫ് അങ്ങനെ. എന്നാൽ ഇതിൻ്റെ വീക്ക് സ്റ്റെമ്മുകൾ ഇപ്പോൾ ഇത് സ്പ്രെഡ് നോ നിച്ചസ്, അപ്പോൾ ഇങ്ങനെ നാല് ഭാഗത്തേക്കും ബ്രാഞ്ച് സ്പ്രെഡ് ചെയ്ത് പോകും. പക്ഷേ ഓൾഡർ പാർട്ടുകൾക്ക് നാശം സംഭവിക്കുകയാണെങ്കിൽ when older parts die new plants are formed. അപ്പോൾ ഇത് ഓൾഡർ പാർട്സ് നശിച്ചു കഴിഞ്ഞാൽ ഇതിൽ നിന്നും പുതിയ പ്ലാന്റുകൾ ഉണ്ടാകും. അതാണ് ഗ്രാസ്, സ്ട്രോബെറി. അപ്പോൾ സ്പ്രെഡ് ടു ന്യൂ niches, the two branches, and when older part die new plants are formed. അപ്പോൾ ഈ പുല്ല് വർഗത്തിലൊക്കെയാണെങ്കിൽ അത് ഇതാണെങ്കിൽ ഇങ്ങനെ പടർന്ന് പോവുകയാണെങ്കിൽ ഇങ്ങനെ പടർന്ന് പോകും. പടർന്ന് പോയി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഇതിൻ്റെ ഓൾഡർ പാർട്ട് ഇങ്ങനെ നശിച്ചു പോയി കഴിഞ്ഞാൽ ആ യങ്ങർ പാർട്ട് പുതിയ പ്ലാന്റായിട്ട് തന്നെ ആക്ട് ചെയ്യും. അപ്പോൾ അത് വീക്ക് സ്റ്റെമ്മിൽ പ്ലാന്റ് ആണ്, അതിങ്ങനെ പടർന്ന് പോകും. അതാണ് ഗ്രാസ്, സ്ട്രോബെറി. അപ്പോൾ ഇവിടെ വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷനാണ് നമ്മൾ കാണുക. ഇനി അടുത്തത് മിൻറ്റ് ആൻഡ് ജാസ്മിൻ. മിൻറ്റിലും ജാസ്മിനിലും നിങ്ങൾ കണ്ടിട്ടുണ്ടാകും മുല്ല പിച്ചി എന്നൊക്കെ പറയും. മുല്ല പിച്ചി പ്ലാന്റ് എന്ന് പറഞ്ഞാൽ ശരിക്കും ആ പ്ലാന്റ് മേലോട്ട് ഇങ്ങനെ വളർന്നു പോവുകയാണ്. പോയി കഴിഞ്ഞാൽ ഇതിൻ്റെ ലാറ്ററൽ ബ്രാഞ്ച്, ഈ ലാറ്ററൽ ബ്രാഞ്ച് ആഫ്റ്റർ ഗ്രോയിങ് ഏരിയയിൽ, ഇത് എയർ ആണ്, ഇത് സോയിലാണ്, മണ്ണിൽ ഇങ്ങനെ വളർന്നതിന് ശേഷം ചില ബ്രാഞ്ചുകൾ ടേൺ ഡൗൺവേർഡ്സ് താഴോട്ട് വന്ന് ടച്ച് ദ സോയിൽ, ദെൻ പ്രൊഡ്യൂസ് ന്യൂ ലീവ്സ് ആൻഡ് റൂട്ട്സ്. അപ്പം ആദ്യം ഇത് മേലോട്ട് ഇങ്ങനെ വളരുന്നു, പിന്നെ അത് തന്നെ നമ്മൾ പതിവെക്കുക എന്നൊക്കെ പറയും. ഇങ്ങനെയുള്ള ബ്രാഞ്ചുകൾ നമ്മൾ വളച്ച് ഇവിടെ കൊണ്ടുചെന്ന് മണ്ണിടുകയാണെങ്കിൽ ഇവിടെ വേരുണ്ടാവുകയും ഇത് നമുക്കൊരു പുതിയ തൈയായിട്ട് ഉപയോഗിക്കുകയും ചെയ്യാം. ഇതാണ് മിൻറ്റിലും ജാസ്മിനിലും കാണപ്പെടുക. മിൻറ്റ്, ജാസ്മിൻ. അപ്പോൾ ഈ ലാറ്റർ ബ്രാഞ്ച് ഫോർ വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ എന്ന് പറയാം. ഇനി അതല്ല, അക്വാട്ടിക് പ്ലാന്റ്സ് ഉണ്ട്. an എക്സാമ്പിൾ ആണ് പിസ്റ്റിയ ഐക്കോർണിയ. പിസ്റ്റിയ മുട്ടപ്പായൽ എന്ന് പറയും, ഐക്കോർണിയ കുളവാഴ. ഇനി ഇതിൻ്റെ പ്രത്യേകത വെച്ചാൽ ഇത് ഷോർട്ട് ഇൻ്റർനോഡാണ്. ഈ ഇൻ്റർനോഡിൽ നിന്നും ഇങ്ങനെ ഇത് ഫ്ലോട്ട് അല്ലെങ്കിൽ വാട്ടർ സർഫസിൽ ഇങ്ങനെ പരന്ന് നടക്കുന്നതാണ്. ഫ്ലോട്ട് ഓൺ ദ വാട്ടർ സർഫസ് ആണ്. അപ്പോൾ അതിൻ്റെ നോഡൽ റീജിയനിൽ ധാരാളം ടഫ് റൂട്ട്സ് ആയിരിക്കും താഴോട്ട് വരിക. ഇനി മേലോട്ടാണെങ്കിൽ റോസറ്റ് ലൈക്ക് ലീവ്സ് ഇങ്ങനെ ഉണ്ടാകും. അപ്പോൾ ഇത് നോഡാണ്. അപ്പോൾ ഇതിൽ നിന്നും ഇതിപ്പോൾ അടുത്ത നോഡ് ഇതേപോലെ ഇവിടെയും എന്തുണ്ടാകും? ഈ ലീവ്സ് ഇങ്ങനെ പോകും. എന്നാൽ ഇതിൽ നിന്നും ചെറിയ ഒരു ബ്രാഞ്ച്, ഇതൊരു ലാറ്ററൽ ബ്രാഞ്ച്, ഈ ലാറ്ററൽ ബ്രാഞ്ച് ഉണ്ടായിക്കഴിഞ്ഞാൽ എ നോഡ് ഓഫ് എ ലാറ്ററൽ ബ്രാഞ്ച് വിത്ത് ഷോർട്ട് ഇൻ്റർനോഡ്. അപ്പോൾ ഇത് ഒരു ലാറ്ററൽ ബ്രാഞ്ച് ആണെങ്കിൽ, അതിനകത്ത് ഷോർട്ട് ഇൻ്റർനോഡ് ആണെങ്കിൽ അതിൻ്റെ നോഡിൽ നിന്നും ഇതേപോലെ തന്നെ റൂട്ട്സും റോസറ്റ് ഓഫ് ലീവ്സും ഉണ്ടാകും.
അപ്പോൾ ഇത് മുറിഞ്ഞു പോയാൽ അല്ലെങ്കിൽ ഇത് ഒരു തൈയായിട്ട് ആക്ട് ചെയ്യും. അതാണ് പിസ്റ്റിയ ഐക്കോർണിയ. എ നോഡ് ഓഫ് എ ലാറ്ററൽ ബ്രാഞ്ച് വിത്ത് ഷോർട്ട് ഇൻ്റർനോഡ് ഇൻ്റർനോഡ് ഷോർട്ടായിരിക്കും. പ്രൊഡ്യൂസ് റോസെറ്റ് ഓഫ് ലീവ്സ്. റോസെറ്റ് എന്ന് വെച്ചാൽ ആ നോഡൽ റീജിയനിൽ ലീവ്സ് ഉണ്ടോ ഇതേ രീതിയിൽ ഇങ്ങനെ അടുത്തടുത്തായിട്ട്, അല്ലെങ്കിൽ ടഫ്റ്റ് ഓഫ് ലീവ്സ് എന്ന് പറഞ്ഞാലും മതി. അതേപോലെ താഴോട്ട് റൂട്ട്സും ടഫ്റ്റ് തന്നെയായിരിക്കും. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു ബ്രാഞ്ച്, ലാറ്ററൽ ബ്രാഞ്ച് രൂപം കൊള്ളും. ഇത് വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷനാണ്. ഇതാണ് പിസ്റ്റിയ ഐക്കോർണിയ. ഇനി അതോടൊപ്പം തന്നെ നമുക്ക് ബനാന എടുക്കാം. ബനാന, പൈനാപ്പിൾ, ക്രൈസാന്തിമം. ബനാന, പൈനാപ്പിൾ, ക്രൈസാന്തിമം. ഇതിലെന്താ സംഭവിക്കുന്നത് നോക്കുക. ഇപ്പോൾ ക്രൈസാന്തിമം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് സോയിലാണെങ്കിൽ ആ പ്ലാന്റ് ദ റൂട്ട്സ് ഇതിനകത്തുനിന്ന് ഈ അണ്ടർഗ്രൗണ്ട് പോർഷൻ വെച്ചാൽ ഈ സോയിലിനോട് ചേർന്നുള്ള ഈ സ്റ്റെമ്മിൽ നിന്നും ലാറ്ററൽ ബ്രാഞ്ച് ഉണ്ടാകാം. പക്ഷേ ഈ ലാറ്ററൽ ബ്രാഞ്ച് അണ്ടർഗ്രൗണ്ട് പോർഷൻ ഓഫ് ദ ലാറ്ററൽ ബ്രാഞ്ച് ആണ്. ലാറ്ററൽ ബ്രാഞ്ച് ഫ്രം അണ്ടർഗ്രൗണ്ട് പോർഷൻ ഓഫ് ദ മെയിൻ സ്റ്റെം. മെയിൻ സ്റ്റെമ്മിൻ്റെ ഇങ്ങനെ ലാറ്ററൽ ബ്രാഞ്ച് ഉണ്ടായിക്കഴിഞ്ഞാൽ അത് സോയിൽസ് ബിലോ ദ സോയിൽ അല്ലെങ്കിൽ അണ്ടർഗ്രൗണ്ട് ആയിട്ട് കുറച്ച് ഇങ്ങനെ വളരുകയും ആഫ്റ്റർ എ ഷോർട്ട് പീരീഡ് ഓഫ് ഗ്രോത്ത് ഇറ്റ് ടേൺസ് അപ്വേർഡ്സ്. ഇത് മുകളിലേക്ക് വരും. എന്നിട്ട് അതിനകത്ത് ലീവ്സും ഇവിടെ റൂട്ട്സും ഉണ്ടാകും. അതേപോലെ ഇങ്ങോട്ടും വരാതാം. ലാറ്ററൽ ബ്രാഞ്ച് ഫ്രം അണ്ടർഗ്രൗണ്ട് പോർഷൻ ഓഫ് ദ മെയിൻ സ്റ്റെം ഗ്രോ ഹൊറിസോണ്ടലി. അത് ഇങ്ങനെ ഹൊറിസോണ്ടലായിട്ട് താഴണമെന്നില്ല, അല്ലെങ്കിൽ ഇങ്ങനെ വന്നാലും മതി. ഗ്രോ ഹൊറിസോണ്ടലി അണ്ടർ ദ സോയിൽ ആൻഡ് ടിപ്പ് ടേൺസ് അപ്വേർഡ്സ്. അതിൻ്റെ ടിപ്പ് മുകളിലേക്ക് വളർന്ന് അവിടെ ന്യൂ ലീവ്സും റൂട്ട്സും ഉണ്ടാകും. അപ്പോൾ നമ്മളൊരു പ്ലാന്റ് ഇവിടെ നിന്ന് നോക്കുകയാണെങ്കിൽ ഇത് തൈകളായിട്ടേ തോന്നത്തുള്ളൂ. ശരിക്കും ഇതിൻ്റെ ബ്രാഞ്ചാണ്. ഇത് നമുക്കിവിടെ കട്ട് ചെയ്തുകൊണ്ട് ഇത് നമുക്ക് പുതിയ ബ്രാഞ്ചായിട്ട് ഉപയോഗിക്കാവുന്നതാണ്. ഇതിന് എക്സാമ്പിൾ ഇതേപോലെ തന്നെ നമ്മൾ നമ്മൾ നേരത്തെ പറഞ്ഞു വാഴയെന്ന് പറഞ്ഞാൽ അതിൻ്റെ സ്റ്റെമ്മ് മണ്ണിനടിയിലാണ്. വാഴയുടെ സ്റ്റെം എന്ന് പറയുമ്പോൾ സോയിലിനോട് ചേർന്നതാണ്. എന്നിട്ട് അതിനകത്തൊരു റീപ്രൊഡക്റ്റീവ് ബ്രാഞ്ചാണ് മേലോട്ട് വരിക. അത് നമുക്കറിയാം ഫ്ലവർ ചെയ്തു ഫ്രൂട്ടായി കഴിഞ്ഞാൽ അത് പോയി കഴിഞ്ഞാൽ തൊട്ടടുത്ത ബ്രാഞ്ച് മേലോട്ട് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. അല്ലാതെ ഇത് മാത്രം ഇതിൻ്റെ ബ്രാഞ്ച് എന്നേ ഉള്ളൂ തൊട്ടടുത്ത്. അപ്പം നമ്മളിത് മാറ്റി വെക്കാറുണ്ട്. ഇങ്ങനെ മേലോട്ട് വരുന്നതിനെ നമ്മൾ വിത്തെന്ന് ഉപയോഗിക്കുക. ഇത് സ്റ്റെമ്മാണ്. ഇത് നമ്മൾ മുറിച്ച് മാറ്റി നടുകയാണെങ്കിൽ ഇതിനെ നമുക്ക് വെജിറ്റേറ്റീവ് പ്രൊപ്പാഗുകൾ എന്ന് പറയാം. ഇത് വെച്ചുകൊണ്ട് നമുക്ക് നമ്മളതിനെ വാഴയുടെയൊക്കെ എന്താ പറയുക അതിൻ്റെ തൈയെന്ന് പറയുന്നത് ഇതാണ്. അപ്പോൾ ഇത് മാറ്റി അങ്ങോട്ട് വെക്കുകയാണെന്നുണ്ടെങ്കിൽ, ഇത് മുറിച്ച് മാറ്റി വെക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ നിന്നും പുതിയ ചെടി ഉണ്ടാകും. അപ്പം നമ്മൾ സ്പ്രെഡ് ആൻഡ് വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ എക്സാമ്പിൾ ഓർക്കുക. 1 ഗ്രാസ്, സ്ട്രോബെറി, 2 മിൻറ്റ്, ബനാന, പൈനാപ്പിൾ, ക്രൈസാന്തിമം. അപ്പോൾ ഈ പ്ലാന്റിനകത്തുള്ള പ്രത്യേകതകൾ നമ്മളൊന്ന് പഠിക്കുക. നമ്മൾ നേരത്തെ ക്വസ്റ്റ്യൻസൊക്കെ ഡിസ്കസ് ചെയ്തതാണ്. ഇതിനകത്ത് നമ്മൾ പറഞ്ഞ ഈ ഡയഗ്രാംസ് എല്ലാം നമ്മളൊന്ന് ശ്രദ്ധിച്ചോണം. അതിനകത്തെല്ലാം നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇനി അടുത്ത് നമ്മൾ പഠിക്കേണ്ടത് ലീഫാണ്. സ്റ്റെമ്മ് ഇത്രയും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഫോക്കസ് പോയിന്റിലുള്ളതാണ്. അപ്പോൾ നിങ്ങൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നമ്മൾ അടുത്ത ക്ലാസ്സിൽ ലീഫ്